എമ്പുരാൻ ഹോളിവുഡ് സ്റ്റൈൽ തീർത്ത പക്ക മാസ് എൻ്റർടൈനർ. സിനിമയുടെ ആ വശത്തെക്കുറിച്ചല്ല, കച്ചവട സിനിമയായിരിക്കുമ്പോൾ തന്നെ ഈ സിനിമ ചില രാഷ്ട്രീയം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. വർഗീയ വിരുദ്ധ രാഷ്ട്രീയം അതിശക്തമായി തന്നെ ഈ സിനിമയിൽ പലയിടങ്ങളിലും പറയുന്നുണ്ട്. എന്താണ് എന്ന് തെളിച്ചു പറയുന്നില്ല എങ്കിലും പ്രേക്ഷകർക്ക് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഗുജറാത്ത് കലാപം ആയാലും നരോദ പാട്ടിയ കൂട്ടക്കൊലയായാലും അതോടൊപ്പം തന്നെ വില്ലൻ്റെ പേര് തിരഞ്ഞെടുത്തതിൽ വരെയുണ്ട്. അത് അങ്ങനെ ഒരു പേര് ബജ്രംഗി എന്നുള്ളൊരു പേര് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അത് ഏതുമായി ബന്ധപ്പെടുന്നതെന്നെല്ലാം പ്രേക്ഷകർക്ക് അനായാസം മനസ്സിലാവുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ED റെയ്ഡ്, ഏതെങ്കിലും എതിരാളികൾക്ക്, രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ നടക്കുന്ന ED റെയ്ഡ്, അതിനുവേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വിളിക്കുന്ന രംഗങ്ങൾ, അങ്ങനെ വളരെ കൃത്യമായി തന്നെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയത്തിന് എതിരായ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു സിനിമ കൂടിയാണ്. സാധാരണഗതിയിലൊക്കെ ഇത്തരം ഒരു വ്യവസായ സിനിമ എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഒന്നാണ്. അതിൽ വിജയിക്കാം, പരാജയപ്പെടാം, രണ്ടിനും തുല്യമായ സാധ്യതയാണ് എപ്പോഴും ഉള്ളത്. അങ്ങനെ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരു സംവിധായകൻ പൃഥ്വിരാജിൻ്റെ അവിടെ കൃത്യമായി രാഷ്ട്രീയം പറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ നമുക്ക് അംഗീകരിക്കേണ്ടി തന്നെ വരും. പലപ്പോഴും നമ്മൾ ആലോചിക്കണം, ഈ ധൈര്യത്തിനൊപ്പം നിൽക്കാൻ മോഹൻലാൽ എന്ന ഒരു മഹാനടൻ കൂടി തയ്യാറായി എന്നതുകൂടി ഇതിലുണ്ട്. പലപ്പോഴും പല പ്രമുഖ കലാകാരന്മാരുമൊക്കെയും എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും കിട്ടാനുള്ളത് നഷ്ടപ്പെട്ടേക്കുമോ എന്നുള്ളൊരാശങ്ക കൊണ്ട് മാത്രം ഈ ഭയത്തിൻ്റെ നിശബ്ദതയുടെയൊക്കെ കൂടാരങ്ങളിലേക്ക് ഒളിച്ചിരിക്കുന്ന ഒരു കാലത്താണ്. അല്ലെങ്കിൽ അതാണ് ഏറ്റവും സേഫായ മാർഗം. ഇത്തരം കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്താണ്. വളരെ ധൈര്യപൂർവ്വം തന്നെ എതിർപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിശക്തമായ രീതിയിലേക്ക് ഈ കഥയിൽ രാഷ്ട്രീയം പറയുന്നത്, അത് വലതുപക്ഷ വർഗീയ വിരുദ്ധ രാഷ്ട്രീയം പറയുന്നു. കേരളത്തിൻ്റെ സാഹചര്യത്തിലേക്കായാലും ആ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ വളരെ ഫലപ്രദമായി തന്നെ ഇതിൽ പറയുന്നുമുണ്ട്. എന്നാൽ പൂർണ്ണമായും മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും വെറുതെ വിടുന്ന ഒന്നല്ല. കേരളത്തിലെ ഇടതു വലതു രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ അതിനിശിതമായി തന്നെ ഇതിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത്തരം വിമർശനങ്ങൾ കൂടി ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടി, അല്ലെങ്കിൽ രാഷ്ട്രീയ മൂർച്ചയുള്ള വിമർശനങ്ങൾ കൂടി ഉൾപ്പെടുന്ന ചില കഥാപാത്രങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് കേരളത്തിലെ ജീവിച്ചിരിക്കുന്ന ചില കഥാപാത്രങ്ങളുമായിട്ടൊക്കെ നമുക്ക് സാമ്യം തോന്നാം. ബോധപൂർവം തന്നെ സിനിമയിൽ അത്തരം കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുമുണ്ട്. അത്തരം രാഷ്ട്രീയം പറയാൻ ഈ കാലത്ത് ഒരു സംവിധായകൻ തയ്യാറാകുന്നുവെങ്കിൽ, അതിനൊപ്പം നിൽക്കാൻ മോഹൻലാലിനെ പോലെ ഒരു നടൻ തയ്യാറാവുന്നുവെങ്കിൽ അത് ഒരു വലിയ കാര്യം തന്നെയാണ്. കലാകാരന്മാരാണ് എല്ലാ കാലത്തും വലിയ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളത്, മൂർച്ചയുള്ള രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ അവർ ഉന്നയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇത് എഴുതിയത് മുരളി ഗോപി എന്ന എഴുത്തുകാരനാണ് എന്നത് ആലോചിക്കണം. മുരളി ഗോപിയെക്കുറിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന മുൻധാരണകളെ, അല്ലെങ്കിൽ രാഷ്ട്രീയമായി അദ്ദേഹം ഏത് പക്ഷമാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളെ അടക്കം പൊളിച്ചെഴുതുന്ന ഒന്നാണ്. എന്തായാലും എമ്പുരാനിൽ അദ്ദേഹത്തിൻ്റെ എഴുത്ത് എന്നതുകൂടി പറയേണ്ടി വരും. കേരളത്തിൻ്റെ സാഹചര്യത്തിലായാലും ദേശീയ സാഹചര്യത്തിലായാലും, ആകെ കൂടി പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സാഹചര്യം കുറച്ച് അന്തർദേശീയം, ചില റിപ്പോർട്ടിങ്ങിലൊക്കെ കളിയാക്കുന്നത് പോലെ അന്തർദേശീയ സാഹചര്യങ്ങൾ, അന്തർദേശീയമായി നടക്കുന്ന കഥ, പിന്നീട് ദേശീയമായി നടക്കുന്ന ചില കാര്യങ്ങൾ, പ്രാദേശികമായി നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഇതിൻ്റെ എല്ലാം കൂടി ഹോളിവുഡ് സിനിമയുടെയും മലയാള സിനിമയുടെയും എല്ലാം ഒരു മിക്സാണ് എന്നൊക്കെ പറയുന്നത് പോലെ കഥയിലും അത്തരം ചില മിക്സുകളൊക്കെ എന്തായാലും വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്ന് സുജിത് വാസുദേവിൻ്റെതാണ്. അത്യപാരമായ ക്യാമറ വർക്കാണ് അതിൽ ചെയ്തിരിക്കുന്നത്. ഓരോ സീനും എടുക്കാൻ വേണ്ടി സുജിത്തായാലും പൃഥ്വിരാജായാലും സംവിധായകനായാലും എടുത്തിരിക്കുന്ന കഠിനാധ്വാനം, അതിനുവേണ്ടി എടുക്കുന്ന ഹോംവർക്ക് അത്രത്തോളം വലുതാണ്. എന്തായാലും ഈ രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ ചർച്ചയാവും എന്നതിന് യാതൊരു സംശയവുമില്ല.